കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ബേപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോര് കടുക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ PV അൻവറിനെ കളത്തിൽ ഇറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. പക്ഷേ അപ്പോഴും അൻവർ വിരുദ്ധ വികാരം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കോൺഗ്രസിന് ഉണ്ടുതാനും. വിവരങ്ങൾ രമ്യദാസ് നൽകും. രമ്യ, നമുക്കറിയാം കോഴിക്കോട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അത് ചരിത്രമാണ്. പക്ഷേ ഇനി എന്ത് സംഭവിക്കും രമ്യ? രാഖി, ഈ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം ബേപ്പൂർ നിയമസഭാ മണ്ഡലം എന്നത് ഇടതുപക്ഷത്തിന് വലിയൊരു വോട്ട് ബാങ്ക് തന്നെയാണ്, വലിയ സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് റിയാസിന് ബേപ്പൂരിൽ നിന്ന് വിജയിച്ചു വരാനെല്ലാം കഴിഞ്ഞു. ഇത്തവണയും ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിന് തന്നെ ബേപ്പൂരിൽ നിർത്താനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. എന്നിരുന്നാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ ഇടതുപക്ഷം അടുത്ത തവണയും ഇത്തവണയും ഈ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായി നിർത്തുകയാണെങ്കിൽ കോൺഗ്രസ് അതിശക്തനായ ഒരു നേതാവിനെ നിർത്താൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നമുക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള PV അൻവറിനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. അങ്ങനെയെങ്കിലാണ് വലിയ ഒരു കടുത്തൊരു പോരാട്ടം ബേപ്പൂരിൽ ഉണ്ടാവുക. കൂടാതെ തന്നെ ഇത്തവണ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയും വലിയ മികച്ച രീതിയിൽ തന്നെ ബേപ്പൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ രീതിയിൽ വോട്ട് പിടിക്കുകയെല്ലാം ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു ത്രികോണ മത്സരം, കാരണം ഇടതുപക്ഷത്തു നിന്നും PV അൻവറും അതുപോലെ തന്നെ കോൺഗ്രസ് നിന്നും ഇടതുപക്ഷത്തു നിന്നും മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ കോൺഗ്രസ് നിന്ന് PV അൻവറും BJPയും ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായും ബേപ്പൂർ ഇത്തവണ ഒരു ത്രികോണ മത്സരം തന്നെ സാധ്യതയേറെ തന്നെയാണ്. എങ്കിലും ഈ ബേപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള PV അൻവറിന്റെ ഒരു സാധ്യത നോക്കിക്കാണുകയാണെങ്കിൽ മറ്റൊരു വിഷയം കൂടി ഇതിൽ നമുക്ക് നോക്കേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ബേപ്പൂരിൽ മത്സരിക്കാനുള്ളൊരു ആഗ്രഹം PV അൻവർ പ്രകടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് PV അൻവറിനെതിരെയും അതുപോലെ തന്നെ അനുകൂലിച്ചും അതുപോലെ എതിർത്തും വലിയ പോസ്റ്ററുകളെല്ലാം ബേപ്പൂരിന്റെ വിവിധ ഇടങ്ങളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബേപ്പൂരിലേക്ക് PV അൻവറിന് സ്വാഗതമെന്നും അതുപോലെ തന്നെ PV അൻവറിനെ ബേപ്പൂരിൽ വേണ്ട എന്നും തരത്തിലുള്ള പോസ്റ്ററുകൾ തന്നെയാണ് ബേപ്പൂരിലെല്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസും ആശങ്കയിൽ തന്നെയാണ്. കാരണം PV അൻവറിനെ നിർത്തിയാൽ ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 50% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന LDFന് ഇത്തവണ അത് 38% കുറയുകയും എന്നാൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ BJPയുടെയും വോട്ട് വലിയ രീതിയിൽ ഉയരുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഈ കോൺഗ്രസ് PV അൻവറിനെ നിർത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ വോട്ട് കുറയുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. കൂടാതെ തന്നെ BJPയും മികച്ച രീതിയിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം ബേപ്പൂരിൽ മത്സരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തവണ ഈ നിയമസഭാ പോരാട്ടം എന്നുള്ളത് ബേപ്പൂരിനെ സംബന്ധിച്ച് കടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. PV അൻവറും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും BJPയിൽ നിന്ന് കരുത്തുറ്റ മറ്റൊരു നേതാവും കൂടിയാണെങ്കിൽ ഇത്തവണ ബേപ്പൂർ എന്ത് തന്നെയായാലും മത്സരം വളരെ ചൂടുപിടിക്കും. ശരി രാഖി.